ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫിക്സഡ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ സിസ്റ്റം അല്ലേ. നിങ്ങളിപ്പം ഒരുപാട് നമ്പർ സിസ്റ്റംസ് പഠിച്ചു. ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് കുറേ നമ്പർ സിസ്റ്റംസ് പഠിച്ചു. അതിൽ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ വരുന്ന ഒരു സബ് ഡിവിഷനാണ്, അല്ലെങ്കിൽ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ വരുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് ആക്ച്വലി എന്തെന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ സിസ്റ്റം. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഫ്രാക്ഷൻ നമ്പേഴ്സ് അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിക്സഡ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഫിക്സഡ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ സിസ്റ്റം റിപ്രസെൻറ്റ് റാഷണൽ നമ്പേഴ്സ്. The fixed numbers are analogous to decimal and floating point numbers are analogous to scientific notation. അതായത് ഡെസിമൽ പോയിൻറ്റ്സ് വരുന്ന കാൽക്കുലേഷൻസിലൊക്കെയാണ് നമ്മൾ നോർമലി ബാങ്കിങ് അങ്ങനെയുള്ള ചെറിയ ഡെസിമൽ പോയിൻറ്റ്സ് ഒരുപാട് ലെങ്ത്തിൽ വരാതെ ഇപ്പോൾ പോയിൻറ്റിന് ശേഷം ഒരു 3-4 പ്ലേസിൽ വരുന്ന കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഇതിലാണ് ഫിക്സഡ് പോയിൻറ്റ് യൂസ് ചെയ്യുന്നത്. അതേസമയം ഒരുപാട് ഡെസിമലിലൊക്കെ ഒരുപാട് വരുന്ന സിഗ്നൽ പ്രോസസ്സിംഗ് മാതിരിയുള്ള പ്രോസസ്സിലൊക്കെ ഡെസിമൽ പ്ലേസസ് കുറേ ഉണ്ട്. അതായത് ഡെസിമൽ പോയിൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് 10-15 ഡിജിറ്റ്സ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളതാണ് സിറ്റുവേഷനാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. എനിവേ ഫ്രാക്ഷൻ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ രണ്ട് നമ്പർ സിസ്റ്റവും യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഫിക്സഡ് പോയിൻറ്റ് നമ്പർ സിസ്റ്റം നോക്കാം. ഫിക്സഡ് പോയിൻറ്റ് notation has an implied binary point between the integer and the fractional bits. അതായത് ഇങ്ങനൊരു ഇൻറ്റീജർ പോയിൻ്റ്, ഒരു ഡെസിമൽ പോയിൻ്റ്, ഒരു ബൈനറി പോയിൻ്റ് ഉണ്ടാവും നമ്മളെ ബൈനറി നമ്പേഴ്സിൽ. എനിക്ക് തോന്നുന്നത് ഓൾറെഡി നിങ്ങൾ ഇങ്ങനെ ഒരു ബൈനറി നമ്പർ സിസ്റ്റം ഒക്കെ പഠിച്ചതാണെന്നാണ് തോന്നുന്നത്. എന്നാലും ജസ്റ്റ് നമുക്ക് റിവൈസ് ചെയ്യാം. കേട്ടോ, 00110.1100 എന്ന് പറഞ്ഞൊരു നമ്പർ ഷോസ് എ ഫിക്സഡ് നമ്പർ വിത്ത് 4 ഇൻറ്റീജർ ബിറ്റ്സ് ആൻഡ് 4 ഫ്രാക്ഷൻ ബിറ്റ്സ് അല്ലേ. ഇവിടെ 4 ഇൻറ്റീജർ ബിറ്റ് ഉണ്ട്, 4 ഫ്രാക്ഷൻ ബിറ്റ്സ് ഉണ്ട്. ഇതിൽ ഈ ഇൻറ്റീജർ ബിറ്റ്സിനെ നമ്മൾ ഹൈ വേർഡ്സ് എന്നും ഈ ഫ്രാക്ഷൻ ബിറ്റ്സിനെ ലോ വേർഡ്സ് എന്നുമാണ് പറയുന്നത്. ദ ഇൻറ്റീജർ ബിറ്റ്സ് ആർ കോൾഡ് ദ ഹൈ വേർഡ് ആൻഡ് ദ ഫ്രാക്ഷൻ ബിറ്റ്സ് ആർ കോൾഡ് ദ ലോ വേർഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രാക്ഷന്. ഇതിപ്പോൾ 21.1 ഒരു എക്സാമ്പിൾ ഞാനിവിടെ ഇട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളിതൊക്കെ പഠിച്ച് മാസ്റ്റേഴ്സ് ആയിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലംസൊക്കെ കുറേ ചെയ്തിട്ടുണ്ടാവും. 21.1നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, 21 ചെയ്യും അല്ലേ. 21നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഇത് കിട്ടും, 10101 എന്ന് പറയുന്ന ഡാറ്റ ബൈനറി കിട്ടി. അതേമാതിരി 0.1 നമ്മൾ എന്ത് ചെയ്യും, 0.1 × 2 ചെയ്യും, എന്നിട്ട് ആ റിസൾട്ട് ഇവിടെ എഴുതും, എന്നിട്ട് അതിൻ്റെ ഇൻറ്റീജർ പാർട്ട് ഇങ്ങോട്ടേക്ക് എഴുതും. ദെൻ ഈ 0.2 × 2 ചെയ്തു, ദെൻ 0.4 കിട്ടി, അഗെയിൻ 0. ദെൻ 0.4 × 2 ചെയ്തു, 0.8 കിട്ടി, ഈ 0 ഇവിടെ എഴുതി. ദെൻ 0.8 × 2 ചെയ്യുമ്പോൾ 1.6 കിട്ടി അല്ലേ. ആ 1.6ൽ 1 ഇവിടെ എഴുതി, 0.6നെ അഗെയിൻ ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ കുറേ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് നോർമലി നമ്മൾ ഫിക്സഡ് പോയിൻ്റ്, അതായത് ഈ നമ്പർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ഇസ് കമ്മിങ് അണ്ടർ ദ ഫിക്സഡ് പോയിൻറ്റ് നൊട്ടേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇസ് സൈൻഡ് ഫിക്സഡ് പോയിൻറ്റ് നൊട്ടേഷൻ. ഈ സൈൻ ഫിക്സഡ് പോയിൻറ്റ് സൈൻ അരിത്തമെറ്റിക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ടൈപ്പ് നൊട്ടേഷൻസ് ഉണ്ട്, ടൂസ് കോംപ്ലിമെൻറ്റ് ആൻഡ് സൈൻ മാഗ്നിറ്റ്യൂഡ് നൊട്ടേഷൻ. അതായത് സൈൻഡ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സൈൻ മാഗ്നിറ്റ്യൂഡ് നൊട്ടേഷൻസ് യൂസ് ചെയ്യുക. അതിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് 2 മെത്തേഡും കറക്റ്റ് തന്നെയാണ്. പക്ഷേ ബിഗിനിങ് ടു എൻഡ് നമ്മൾ ഒരേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം, എന്നാൽ നമുക്ക് ആൻസർ കറക്റ്റ് കിട്ടുള്ളൂ. അതായത് ഒരു കാൽക്കുലേഷൻ്റെ ഒരു പെർട്ടിക്കുലർ അതിൽ ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡും ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പിൽ സൈൻ മാഗ്നിറ്റ്യൂഡ് നൊട്ടേഷൻ യൂസ് ചെയ്യരുത്. രണ്ടും യൂസ് ചെയ്യണമെങ്കിൽ ഫുൾ ടൂസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സൈൻ മാഗ്നിറ്റ്യൂഡ് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് -2.375നെ എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പം -2.375 ആദ്യം 2.37ൻ്റെ ആബ്സല്യൂട്ട് വാല്യൂൻ്റെ ബൈനറി എഴുതാം. ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, സൈൻ ഒന്നും പറയാതെ നമ്മൾ പറയുന്ന വാല്യൂനെയാണ് ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആബ്സല്യൂട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ 2ൻ്റെ ആബ്സല്യൂട്ട് റെപ്രസെൻറ്റേഷൻ 0010 ആണ്. 0.375ൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മളിപ്പോൾ പ്രീവിയസ് സ്ലൈഡിൽ ചെയ്ത മാതിരി 0.375 × 2 ചെയ്യുക. ദെൻ അതിൻ്റെ
ഇൻറ്റീജർ പാർട്ട് എടുത്ത് മാറ്റി വെക്കുക, ഡെസിമൽ പാർട്ടിനെ എഗെയിൻ ഇൻറ്റു 2 ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 1 1 0. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ചെയ്തിട്ടുള്ള ആൻസറാണ് എഴുതിയത്. നിങ്ങൾ ഇതിൻ്റെ 0.375ൻ്റെ ഫ്രാക്ഷണൽ ഇങ്ങനെ കിട്ടുന്നതെന്നുള്ളത് ചെയ്ത് നോക്കുക. അത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ ഇങ്ങനെ കിട്ടും. ദിസ് ഇസ് ദ ആബ്സല്യൂട്ട് നൊട്ടേഷൻ. ഇതിപ്പോൾ എന്ത് ചെയ്യാമെന്നുള്ളത് 2.375ൻ്റെ ആവണം. ഈ 2.375നെ നമുക്ക് എന്താണ് -2.375 എന്നാക്കി മാറ്റണം. അതിന് നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് സൈൻ മാഗ്നിറ്റ്യൂഡ് നൊട്ടേഷൻ. സൈൻ മാഗ്നിറ്റ്യൂഡ് നൊട്ടേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ MSB ബിറ്റിനെ സൈൻ ബിറ്റായിട്ട് അസൈൻ ചെയ്യും. അപ്പോൾ MSB ബിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബിറ്റ്, അതായത് ഇൻറ്റീജർ സെക്ഷനിലെ അല്ലെങ്കിൽ നമ്മളെ ഹൈ വേർഡിലെ MSB ബിറ്റിനെ സൈൻ ബിറ്റാക്കി സെറ്റ് ചെയ്തു. അപ്പോൾ ഈ 0ക്ക് പകരം ഇവിടെ മൈനസ് വാല്യൂ വന്ന മീനിങ് എന്താ? സൈനസ്, അതായത് 1 കൊടുത്താൽ മൈനസ് ആണ് മീനിങ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഈ 0ക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? 1 കൊടുത്തു. അപ്പോൾ എന്ത് വന്നു? എനിക്ക് 1 0 1 0. അതാ കണ്ടോ? 1 0 1 0. മറ്റേത് അങ്ങനെ തന്നെ 0 1 1 0 0 1 1 0. അതായത് MSB ബിറ്റിനെ നമ്മൾ സൈൻ ബിറ്റാക്കി അസൈൻ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 3 ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 4 ബിറ്റ് ഉണ്ടെങ്കിലും 3 ബിറ്റിൽ നമുക്ക് നമ്പറിനെ പറയാൻ പറ്റുള്ളൂ. MSB ബിറ്റ് നമ്മുടെ സൈൻ ബിറ്റാണ്. അപ്പോൾ ആ ഒരു ലിമിറ്റിലുള്ള വാല്യൂസ് 1 2 4 8 3 ബിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 2n-1 വാല്യൂ വരെയുള്ള വാല്യൂസ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ 3 ബിറ്റിലുള്ള റെപ്രസെൻറ്റേഷനെ നമുക്ക് പറ്റുള്ളൂ. പിന്നെ ഈ 2's കോംപ്ലിമെൻറ്റ് ഫോം. 2's കോംപ്ലിമെൻറ്റ് ഫോമിൽ എന്താ പറയുന്നത്? ദിസ് ഇസ് ഇൻ സെക്കൻഡ് മെത്തേഡ്. ഈ സെക്കൻഡ് മെത്തേഡിൽ എന്താ പറയുന്നത്? 0 0 1 0നെ 1's കോംപ്ലിമെൻറ്റ് എഴുതി. 1's കോംപ്ലിമെൻറ്റ് എഴുതി എന്ത് കിട്ടും? 1 1 0 1 ദെൻ 1 0 0 1. അതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് എഴുതി 1 ആഡ് ചെയ്തു 2's കോംപ്ലിമെൻറ്റിലേക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വരും? 0 1 0 1 1 0 1 1. അപ്പോൾ ഇങ്ങനെ 2 നൊട്ടേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? സൈൻഡ് ഫിക്സഡ് പോയിൻറ്റ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് അരിത്തമെറ്റിക് വിത്ത് ഫിക്സഡ് പോയിൻറ്റ് നമ്പേഴ്സ്. ഒരു ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ട് 0.75 പ്ലസ് മൈനസ് 0.625 യൂസിങ് ഫിക്സഡ് പോയിൻറ്റ് നമ്പേഴ്സ്. ഇത് ഇങ്ങനത്തെ പ്രോബ്ലംസ് ചിലപ്പോൾ ചോദിക്കുക കേട്ടോ. നിങ്ങൾ ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഫിക്സഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. വേറെ മെത്തേഡാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം 0.625ൻ്റെ ബൈനറി ഫോർമാറ്റ് എഴുതാം. 0.625 × 2 ചെയ്യുക. × 2 ചെയ്താൽ അതിൻ്റെ × 2 ചെയ്തിട്ടുള്ള ആ ഇതിൽ നമ്മൾ 0.625നെ 1010 ആക്കി കൺവേർട്ട് ചെയ്തു. ഇനി ആ 0.625നെ നമുക്ക് എന്താക്കണം? -0.625 ആക്കണം. അപ്പോൾ -6.625 ആക്കാൻ ആദ്യം എന്ത് ചെയ്തു? അതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് എടുത്തു. അതായത് ഇതായിരുന്നു നമ്മൾ ആബ്സല്യൂട്ട് വാല്യൂ. ആബ്സല്യൂട്ട് വാല്യൂൻ്റെ 1's കോംപ്ലിമെൻറ്റ് എടുത്തു. 1's കോംപ്ലിമെൻറ്റ് നമ്പർ 0 1 ആയി, 1 0 ആയി, 0 1 ആയി, 1 0 ആയി, ഒക്കെ 1 ആയി. എന്നിട്ട് ആ 1's കോംപ്ലിമെൻറ്റോടുകൂടി 1 ആഡ് ചെയ്തു. അപ്പോൾ 2's കോംപ്ലിമെൻറ്റ് കിട്ടി. അപ്പോൾ ഇതെന്തായി? -0.625ൻ്റെ റെപ്രസെൻറ്റേഷനായി. ഇനി നമ്മൾ അഡീഷൻ ചെയ്യാം. അതിൽ 0.75ൻ്റെ 2's ബൈനറി സിസ്റ്റം ചെയ്യുക. അതായത് ബൈനറി കൺവേർഷൻ ചെയ്യുക. 0.75 × 2 ചെയ്യുക. അപ്പം 1.40 അങ്ങനെ എന്തോ കിട്ടും. അപ്പോൾ 1 ഇവിടെ എഗെയിൻ 0.40യുടെ പിന്നെയും എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം? മെത്തേഡ് ഏതാണെന്ന് മനസ്സിലായില്ല. ഈ മെത്തേഡ് വെച്ചിട്ട്, അതായത് ഇൻറ്റീജർ പാർട്ടിനെ അല്ല, ഈ ഫ്രാക്ഷൻ പാർട്ടിനെ നമ്മളിങ്ങനെ × 2 ചെയ്തിട്ട് ഈ മെത്തേഡിലായിരുന്നു. ഈ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുക? 0.75നെ കൺവേർട്ട് ചെയ്ത് എഴുതാം. അതേമാതിരി ഇവിടെ 0.625നെ ആ മെത്തേഡ് വെച്ചിട്ടാണ് കൺവേർട്ട് ചെയ്ത് എഴുതിയത്. എന്നിട്ട് 0.75 ഇവിടെ എഴുതി. പിന്നെ 625ൻ്റെ ഈ 2's കോംപ്ലിമെൻറ്റ് ഫോമാണ് ഇവിടെ എഴുതേണ്ടത്. എന്നിട്ട് സാധാരണ നമ്മുടെ അഡീഷൻ ചെയ്യാം. അതായത് നമ്മുടെ ബൈനറി അഡീഷൻ ചെയ്യാം. ഈ ബൈനറി അഡീഷൻ ചെയ്താൽ ദിസ് ഇസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ്, അല്ലെങ്കിൽ ഫിക്സഡ് പോയിൻറ്റ് നമ്പർ അഡീഷൻ. ദിസ് ഇസ് ദ റിസൾട്ട്. ആ റിസൾട്ടിന് തിരിച്ച് കൺവേർട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0.125 ചെയ്യും. ഇതിനെ നിങ്ങൾ തിരിച്ച് കൺവേർഷൻ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതും 0.125ന് ഈക്വൽ ആയിരിക്കും. സോ ദിസ് ഇസ് ദ ഫിക്സഡ് പോയിൻറ്റ് അരിത്തമെറ്റിക്. ഈ പ്രോബ്ലം ചെയ്തെടുക്കാം. ഒരു ഫിക്സഡ് പോയിൻറ്റ് അരിത്തമെറ്റിക് ചിലപ്പോൾ അഡീഷൻ ചോദിക്കാം എക്സാമിൽ. അപ്പോൾ നിങ്ങൾ പഠിച്ച മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഫിക്സഡ് പോയിൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. നെക്സ്റ്റ് ക്യൂ ഫോർമാറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഫിക്സഡ് പോയിൻറ്റ് നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടേമാണ്. അപ്പോൾ ഇതൊരു നോട്ടായിട്ട് എടുത്ത് വെച്ചാൽ മതി. ചിലപ്പോൾ ഇതൊരു 2 മാർക്സ് വാട്ട് ഈസ് ക്യൂ ഫോർമാറ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ നിങ്ങൾ സിലബസിൽ അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ബട്ട് ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ ദ ഫിക്സഡ് പോയിൻറ്റ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ.
മറ്റാണ് ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിടുക. ടു ഈസിലി സ്പെസിഫൈ ഹൗ മെനി ബിറ്റ്സ് ആർ യൂസ് ടു റെപ്രസെൻറ്റ് ഇൻറ്റീജർ ആൻഡ് ക്യൂ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫിക്സഡ് പോയിന്റ് നൊട്ടേഷനിൽ എത്ര ഇൻറ്റീജർ സെക്ഷൻ ഉണ്ട്, എത്ര ഫ്രാക്ഷണൽ സെക്ഷൻ ഉണ്ട് എന്നുള്ള ആ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യൂ ഫോർമാറ്റ് യൂസ് ചെയ്യണം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ടു സ്പെസിഫൈ വി ആർ യൂസിങ് 3 ബിറ്റ്സ് ഫോർ ദ ഇൻറ്റീജർ പാർട്ട് ആൻഡ് 4 ബിറ്റ്സ് ഫോർ ദ ഫ്രാക്ഷണൽ പാർട്ട്. അതായത് ഇൻറ്റീജർ പാർട്ടിൽ എനിക്ക് 3 ബിറ്റും ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ടിൽ 4 ബിറ്റും ഉണ്ടെങ്കിൽ വി മേ സേ ദാറ്റ് നമ്പർ ആസ് ക്യൂ 3.44 ഫോർമാറ്റ് എന്ന് പറയാം. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ മീനിങ് എന്താണ്, ഇൻറ്റീജർ പാർട്ടിലും ഫ്രാക്ഷണൽ പാർട്ടിലും എത്ര ബിറ്റ്സ് ഉണ്ട്, അതാണ് ഈ ക്യൂ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്. അപ്പോൾ ക്യൂ 3.4 എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ പാർട്ട് 3 ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ട് അതായത് ഡെസിമലിന് ശേഷം 4 ബിറ്റ്സ് ഉണ്ട്, ഇതാണ് മീൻ ചെയ്യുന്നത്. ആ ക്യൂ ഫോർമാറ്റിൽ തന്നെ എപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് Q15 ഫോർമാറ്റ്. Q15 ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ, ഇറ്റ് മീൻസ് ദാറ്റ് ദർ ആർ 15 ബിറ്റ്സ് ടു ദ റൈറ്റ് ഓഫ് ദ ബൈനറി പോയിൻറ്റ് ആൻഡ് 1 ബിറ്റ് ടു ഇറ്റ്സ് ദ ലെഫ്റ്റ്. അതായത് ഇറ്റ്സ് ഈക്വൽ ടു Q1.15. Q1.15 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻറ്റീജർ സെക്ഷനിൽ 1 ബിറ്റേ ഉള്ളൂ, പക്ഷേ ഡെസിമൽ പോയിൻറ്റിന് ശേഷം ഫ്രാക്ഷണൽ പാർട്ടിൽ എത്രയുണ്ട്, 15 ബിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ 15 മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. Q15 ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ സെക്ഷനിൽ അതായത് ഡെസിമൽ നമ്പറിന് ശേഷം 15 ബിറ്റ്സ് ഉണ്ട്. ഇൻറ്റീജർ പാർട്ട് സ്പെസിഫൈ ചെയ്യുന്നില്ല, ബട്ട് സ്പെസിഫൈ ചെയ്യുന്നില്ലെങ്കിൽ മീനിങ് എന്താ, ദർ ഇസ് ഓൺലി 1 ബിറ്റ് ഇൻ ദ ഇൻറ്റീജർ ബിറ്റ്. അപ്പോൾ Q1.15നെയാണ് നമ്മൾ Q15 ഫോർമാറ്റ് എന്ന് പറയുന്നത്. Q15 ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻറ്റീജർ സെക്ഷനിൽ 1 ബിറ്റും ഉണ്ട്, ഡെസിമൽ നമ്പറിന് ശേഷം ഉള്ള ഫ്രാക്ഷണൽ സെക്ഷനിൽ 15 ബിറ്റും ഉണ്ട്. അതാണ് Q15 ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ. ഇതെപ്പോഴും നമ്മൾ ഇപ്പം ഇൻ്റർവ്യൂ ബേസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ബേസ്ഡ് ടെസ്റ്റ് ക്വസ്റ്റ്യനിലൊക്കെ എപ്പോഴും കാണുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ കിട്ടി ചിലപ്പം ഒരു 2 മാർക്സിനായിട്ട് ഇട്ടുവിടാന്നില്ല, അപ്പോൾ അതുകൊണ്ട് എന്തായാലും അറിഞ്ഞിരിക്കുക, ഇതൊരു അഡ്വാൻസ്ഡ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ഫിക്സഡ് പോയിന്റ് നമ്പർ സിസ്റ്റംസ് ആർ കോമൺലി യൂസ്ഡ് ഫോർ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ അപ്ലിക്കേഷൻസ് ദാറ്റ് റിക്വയർ പ്രിസിഷൻസ് ബട്ട് നോട്ട് എ ലാർജ് റേഞ്ച്. അതായത് പ്രിസിഷൻസ് വേണം, പക്ഷേ വലിയ റേഞ്ചിലൊന്നും വേണ്ട. ഇപ്പോൾ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ പൈസ മണി കാൽക്കുലേഷനാണ് അല്ലേ. അപ്പോൾ മണി കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെസിമലിന് ശേഷം മാക്സിമം 3 ഡിജിറ്റ്സേ വരുള്ളൂ. അപ്പോൾ 2 or 3 ഡിജിറ്റ്സ് വരുന്ന സിറ്റുവേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ഫിക്സഡ് പോയിന്റ് നമ്പർ സിസ്റ്റമാണ്. ദെൻ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് മാതിരിയുള്ള applications are often digital signal processing DSP applications are often use fixed point number because computations are faster and consume less power than they would in floating point. അതായത് ഫ്ലോട്ടിംഗ് പോയിന്റിനെക്കാട്ടി അതായത് ഡെസിമൽ നമ്പേഴ്സിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ ഇതിന് ഫാസ്റ്റുമാണ്, പവർ റിക്വയർഡ് അതായത് പവർ കൺസപ്ഷൻ ലെസ്സുമാണ്. അപ്പോൾ അതുകൊണ്ട് DSP ആപ്ലിക്കേഷനിലും ബാങ്കിങ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ഫിക്സഡ് പോയിന്റ് നമ്പർ സിസ്റ്റമാണ്. അതിൻ്റെ റീസൺ എന്താണ്, ഫിക്സഡ് പോയിന്റ് DSP ആപ്ലിക്കേഷനിൽ ഫിക്സഡ് പോയിന്റ് യൂസ് ചെയ്യാൻ കാരണം വൺ റീസൺ ഇറ്റ് ഈസ് ഫാസ്റ്റ്, സെക്കൻഡ് റീസൺ ഇറ്റ് ഈസ് കൺസ്യൂം ലെസ് പവർ. അത് തന്നെ ബാങ്കിങ്ങിൻ്റെ കേസിൽ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ദ ഫിക്സഡ് പോയിന്റ് നൊട്ടേഷൻസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ സിസ്റ്റം പഠിക്കാം. അല്ലെങ്കിൽ ഒറ്റൊരു കാര്യം കൂടെ, ഫിക്സഡ് പോയിന്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ സിസ്റ്റത്തിൽ ഒരു സ്ലൈഡ് കൂടെ ഉണ്ടായത്. അതായത് നോർമൽ ഇപ്പോൾ നമ്മൾ യൂസേജ് പറഞ്ഞു, അപ്ലിക്കേഷൻ പറഞ്ഞു അല്ലേ. അപ്ലിക്കേഷൻ എന്താ പറഞ്ഞത്, ബാങ്കിങ്ങിൽ DSP ആപ്ലിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കുന്ന പിന്നെ ഇതന്നെ അങ്ങനെ യൂസ് ചെയ്താൽ പോരെ, എന്തിനാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്കൊരു ഡ്രോബാക്ക് ഉണ്ട്, നമുക്ക് റേഞ്ച് എന്തേ ഉള്ളൂ 3 ഡിജിറ്റ്, അതായത് 2127 മാക്സിമം ഈ ഒരു റേഞ്ചിൽ നമുക്ക് വാല്യൂസ് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേമാതിരി ലീസ്റ്റ് അക്യുറേറ്റ് ആണ്. ഈ 2 ഡ്രോബാക്ക് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലോട്ടിംഗ് പോയിന്റ് ബൈനറി നമ്പർ സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകാൻ കാരണം. ബിക്കോസ് ഓഫ് ദീസ് 2 ഡിസ്അഡ്വാൻറ്റേജ് വി ഗോ ഫോർ ദ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. അതായത് ഫിക്സഡ് പോയിന്റ് നമ്പർ സിസ്റ്റത്തിലെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ റേഞ്ച് ലിമിറ്റഡ് ആണ്, അതേമാതിരി തന്നെ ലെസ് അക്യുറേറ്റ് ആണ്. അപ്പോൾ 0.111 നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കണം ഇവിടെ. അത് ഒരു 0.111 ഞാനിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്ലേസ് വാല്യൂ വെച്ച് ആഡ് ചെയ്താൽ എനിക്ക് 1 എന്നുള്ളതിന് ഇത്ര മാക്സിമം അക്യുറേസിയിലേ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ലെസ് അക്യുറേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമെറ്റിക് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ സിസ്റ്റത്തിലേക്ക് പോകാൻ കാരണം. ഓക്കെ, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ സിസ്റ്റം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.